സൗമ്യ വധക്കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരാകുമെന്ന് മന്ത്രി എ.കെ. ബാലൻ. സംസ്ഥാന സർക്കാർ റിവ്യൂ ഹർജി നൽകുമെന്നും എ.കെ. ബാലൻ പറഞ്ഞു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, എത്രത്തോളം സാധ്യതയാണ് പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാരിനുള്ളത്? എന്തായാലും പുനഃപരിശോധന ഹർജിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്ന് ദില്ലിയിലെത്തിയ നിയമമന്ത്രി എ.കെ. ബാലൻ പ്രമുഖ അഭിഭാഷകരുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയുമായി ചർച്ച നടത്തി. ഈ ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി തന്നെ സുപ്രീം കോടതിയിൽ ഹാജരാകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ റിവ്യൂ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുക പുതിയ തെളിവുകളൊന്നും എന്തായാലും കോടതിയിൽ സർക്കാർ ഉന്നയിക്കുകയില്ല. പകരം നിലവിലുള്ള സുപ്രീം കോടതി വിധിയിലെ അടക്കമുള്ള ചില ചൂണ്ടിക്കാട്ടാതിരുന്ന കാര്യങ്ങളാകും സുപ്രധാനമായും എന്തായാലും കോടതി മുമ്പാകെ അറിയിക്കുക. നിലവിൽ പ്രത്യേകമായി നിയമമന്ത്രി തന്നെ എടുത്തു കാണിക്കുകയും ചെയ്തത് IPC 302 ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഗോവിന്ദചാമിക്ക് ബലാത്സംഗത്തിൽ മാത്രമുള്ള ജീവപര്യന്തം തടവ് മാത്രം ശിക്ഷിച്ചത്. എന്നാൽ IPC 300 അടക്കം ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് പ്രമുഖ നിയമവിദഗ്ധരൊക്കെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. സൗമ്യയുടെ തല 5 തവണയോളം ട്രെയിനിന്റെ ബോഗിയിൽ ഇടിപ്പിച്ചതായും മറ്റും വിധിപ്പകർപ്പടക്കം വ്യക്തമാണ്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു വിചാരണ കോടതിയും അതോടൊപ്പം ഹൈക്കോടതിയും പരിഗണിക്കാതിരുന്ന IPC 325 ഈ കേസിൽ ശിക്ഷയായി വിധിച്ച് ഗോവിന്ദചാമിക്ക് 7 വർഷം തടവ് വിധിച്ചിരുന്നത്. ഈ കാര്യത്തിൽ മാരകമായും സൗമ്യക്കേറ്റ ഈ ക്ഷതമാണ് പിന്നീട് മരണകാരണത്തിലേക്കൊക്കെ വഴിവെച്ചത്. ഇത്തരത്തിൽ മാരകമായി ക്ഷതം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മരണകാരണമായിട്ടുണ്ടെങ്കിൽ ഇത് കൊലക്കുറ്റമായി കണക്കാക്കാവുന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാകും എന്തായാലും സുപ്രീം കോടതി മുമ്പാകെയും ചൂണ്ടിക്കാട്ടുക. അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകും. ഈ ആഴ്ച തന്നെ റിവ്യൂ ഹർജി സുപ്രീം കോടതിയിൽ നൽകും എന്നാണ് നിയമമന്ത്രി ദില്ലിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗിരീഷ്മ. ശരി മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കശ്മീർ ബാരാമുള്ളയിലെ ഉറി സൈനിക ബ്രിഗേഡ് ആസ്ഥാനത്തെ ഭീകരാക്രമണത്തിൽ 17 സൈനികർ കൊല്ലപ്പെട്ടു. മുഴുവൻ ഭീകരരെയും സൈന്യം വധിച്ചു. 20 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിദേശ സന്ദർശനങ്ങൾ ഒഴിവാക്കി. കരസേനാ മേധാവി ദൽബീർ സിംഗ് സുഹാൻ കശ്മീരിലെത്തി. പുലർച്ചെ 5 മണിയോടെ കമാൻഡോ ശൈലിയിൽ സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉറിയിലെ സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ചാണ് ആക്രമണം നടത്തിയത്. ശ്രീനഗർ മുസാഫറാബാദ് ദേശീയപാതയ്ക്കരികിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തായിരുന്നു സൈനിക ബ്രിഗേഡ്. വൻ ആയുധശേഖരങ്ങളുമായി സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ച ഭീകരർ ബാരക്കുകൾക്ക് നേരെ വെടിയുതിർത്ത് തീപിടിപ്പിച്ചു. ഇതിനുശേഷം പിന്നീട് സൈനികർക്ക് നേരെയും വെടിയുതിർത്തു. IS സഹായത്തോടെ ലഷ്കർ-ഇ തായിബ ഭീകരരാണ് ആക്രമണം നടത്തിയത്. സൈന്യം തിരിച്ചടിച്ചതോടെ ഭീകരിൽ ഒരാൾ ചാവേറായി പൊട്ടിത്തെറിച്ചു. പോരാട്ടം മണിക്കൂറുകൾ നീണ്ടതോടെ 21st പാരാട്രൂപ്പിനെ അടിയന്തരമായി സൈനിക കേന്ദ്രത്തിലേക്ക് ഹെലികോപ്റ്റർ മുഖാന്തരം എത്തിച്ചു. സംയുക്തമായി നടത്തിയ തിരിച്ചടിയിലാണ് 3 ഭീകരരെ കൂടി വധിച്ചത്. ചാവേർ ആക്രമണത്തെ തുടർന്ന് 17 സൈനികർ കൊല്ലപ്പെട്ടു. 20 സൈനികർ പരിക്കേറ്റ് ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. കരസേനാ മേധാവി ദൽബീർ സിംഗും പ്രതിരോധ മന്ത്രിയും കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിദേശയാത്ര റദ്ദാക്കി. ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്നു. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തി. 2014 ശേഷം കാശ്മീരിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. പത്താൻകോട്ടിന് ശേഷം നടക്കുന്ന വലിയ സുരക്ഷാ വീഴ്ചയും. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം 2ാം ദിവസവും തുടരുന്നു. പാർട്ടി പ്ലീന തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന ഘടകങ്ങളിലും നടപ്പിലാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇന്ന് പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ തെരുവ് നായ്ക്കൾ 500ഓളം കോഴികളെ കടിച്ചുകൊന്നു. വളകത്തുവിള പുഷ്പാങ്കതന്റെ കോഴികളെയാണ് കൊന്നത്. വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ വിവരങ്ങൾ. മധ്യപ്രദേശിൽ നിന്നുള്ള MLA-മാരുടെ സംഘത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അമ്പലത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അപമാനിച്ചതായി പരാതി. MLA-മാരോട് പാസ് എടുത്തുള്ളിൽ കയറാൻ സെക്യൂരിറ്റി ജീവനക്കാർ ആജ്ഞാപിച്ചതായി ആരോപണം. സംഭവത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയതായി ക്ഷേത്രം DCP സർക്കാരിന് റിപ്പോർട്ട് നൽകി.
ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനെത്തിയ മധ്യപ്രദേശിൽ നിന്നുള്ള 7 അംഗ MLA-മാരുടെ സംഘത്തെയാണ് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് സെക്യൂരിറ്റി ജീവനക്കാർ അപമാനിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. മധ്യപ്രദേശ് നിയമസഭയിലെ പെറ്റീഷൻ കമ്മിറ്റി അംഗങ്ങളായ ഇവർ കേരള നിയമസഭയിലെ അതിഥികളായിട്ടാണ് കേരളത്തിലെത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടെ ക്ഷേത്രത്തിലെത്തിയ ഇവരെയും കുടുംബാംഗങ്ങളെയും കിഴക്കേ ഗോപുരത്തിലൂടെ കടത്തിവിടണമെന്ന് കാട്ടി നിയമസഭാ പ്രോട്ടോകോൾ ഓഫീസർ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇവരെ തെക്കേ ഗോപുരം വഴി മാത്രമേ അകത്ത് കയറ്റാനാവൂ എന്നും കിഴക്കേ ഗോപുരം വഴി കയറ്റണമെങ്കിൽ സേവാ പാസ് എടുക്കണമെന്നുമായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാർ ആവശ്യപ്പെട്ടത്. തുടർന്ന് ഇവരെ 10 മിനിറ്റോളം തടഞ്ഞു നിർത്തിയതായും ആരോപണമുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് കിഴക്കേ ഗോപുരം വഴി ഇവരെ ക്ഷേത്ര ദർശനത്തിന് അനുവദിക്കുകയായിരുന്നു. സംഭവത്തിൽ ക്ഷേത്രം അധികാരികളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി കാട്ടി ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ള DCP സുകുമാരപിള്ള സർക്കാരിന് റിപ്പോർട്ട് കൈമാറി. രാവിലെ ക്യൂവിലുണ്ടായിരുന്ന ഭക്തരുടെ എതിർപ്പുണ്ടായിരുന്നതിനാലാണ് മധ്യപ്രദേശിലെ MLA-മാരെ തടഞ്ഞതെന്നായിരുന്നു ക്ഷേത്രം അധികാരികൾ നൽകുന്ന വിശദീകരണം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കോവളത്ത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ മർദ്ദനത്തിൽ യുവാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മാരകമായ സംഭവമുണ്ടായത് മൂത്രമൊഴിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ നിസാര വാക്കുതർക്കത്തെ തുടർന്ന്. വിനോദയാത്രയ്ക്കായി കോവളത്തെത്തിയ തൃശൂർ സ്വദേശിയായ ജിനേഷിന്റെ കാഴ്ചശക്തിയാണ് നഷ്ടമായത്. ഇന്നലെ രാത്രി കോവളം ബീച്ചിലായിരുന്നു സംഭവമുണ്ടായത്. തൃശൂരിൽ നിന്ന് വിനോദയാത്രയ്ക്കായി തലസ്ഥാനത്തെത്തിയ യുവാവിനെയാണ് സെക്യൂരിറ്റി ജീവനക്കാർ ആക്രമിച്ചത്. ആക്രമണത്തിൽ തൃശൂർ സ്വദേശിയായ ജിനേഷിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കോവളം സീറോക്ക് ബീച്ചിനടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ആക്രമണമുണ്ടായത്. വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെയുള്ള ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ കയറിയതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയായി മാറുകയായിരുന്നു. തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനായ നാഗപ്പൻ നായർ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഉപയോഗിച്ച് ജിനേഷിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ഇടിയിൽ വലത് കണ്ണിൻ്റെ കാഴ്ച 99% നഷ്ടപ്പെട്ടു. ആക്രമണമുണ്ടായപ്പോൾ തന്നെ കൂടെയുണ്ടായിരുന്നവർ അക്രമിയെ പിടികൂടി. ടോയ്ലറ്റ് ഹോട്ടലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ സമ്മതിക്കണില്ല, അവരുടെ ഭക്ഷണം കഴിക്കാറുണ്ട്, ടോയ്ലറ്റ് തുറന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കാർ പാർക്കിൻ്റെ അവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ലോക്ക് ചെയ്തിട്ടിക്കുക. അവരൊരു സൂപ്പർവൈസറാണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾ തല്ലി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ കൊണ്ട് തല്ലാൻ തുടങ്ങി. പിടിച്ച് മാറ്റാൻ വന്ന കൂട്ടുകാരന്മാർ അവർക്ക് തോടി തല്ലി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ കോളർ പിടിച്ച് കൊണ്ടുവന്നിട്ടാണ് ടോർച്ച് കടിച്ചു. ടോർച്ച് ഇവിടെ സംഭവവുമായി ബന്ധപ്പെട്ട് സീറോക്ക് പാർക്കിംഗ് ഗ്രൗണ്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ തമിഴ്നാട് ഊരമ്പ് സ്വദേശിയായ നാഗപ്പൻ നായരെ കോവളം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ IPC 326 വകുപ്പ് ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കണ്ണൂരിൽ BJP MPമാർ നടത്തുന്ന സന്ദർശനങ്ങൾ അക്രമം മറച്ചുവെക്കാനെന്ന് EP ജയരാജൻ. സംഘത്തിലുള്ള മംഗലാപുരം MP നളിൻ കട്യാർ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും ജയരാജൻ പറഞ്ഞു. ക്രിമിനലുകൾ, മാഫിയകൾ, പല പ്രദേശങ്ങളിൽ നിന്നും കൊടും ഭീകരന്മാരായിട്ടുള്ള ആളുകളെ RSSൻ്റെ പ്രചാരകരെന്ന പേരിൽ പല പ്രദേശങ്ങളിലും കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്രമ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ തന്നെ അന്വേഷണത്തിന് വന്നിട്ടുള്ള ഈ നളിൻ കുമാർ കട്ടീല ബാംഗ്ലൂർ MP, അദ്ദേഹം ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ഒരാളാണ്. സംസ്ഥാനത്തെ വിപണികളിൽ വ്യാജ ദാഹശമനികൾ വ്യാപകമാകുന്നു. മരമില്ലുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പൊടിയും മരത്തൊലികളും കൃത്രിമ ചായങ്ങൾ കലർത്തിയാണ് വിപണികളിലെത്തിക്കുന്നത്. വളരെ കുറഞ്ഞ വിലയിൽ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന നിലയിൽ ഇവ പലപ്പോഴും വിറ്റഴിക്കപ്പെടുകയാണ്. സംസ്ഥാനത്ത് 250-ലധികം കമ്പനികളാണ് ദാഹശമനി വിപണന രംഗത്തുള്ളത്. വൻകിട ബ്രാൻഡുകളുടേതുൾപ്പെടെ പലതും വ്യാജന്മാരുമാണ്. മരമില്ലുകളിൽ നിന്നും പുറന്തള്ളുന്ന മരപ്പൊടികളും മരത്തൊലിയും കൃത്രിമ നിറങ്ങൾ ചേർത്ത് ദാഹശമനികളായി പുറത്തിറങ്ങുന്നുണ്ട്. ഇത്തരം പൊടികളിൽ കൃത്രിമ ചായങ്ങളും എസൻസുകളും സ്പ്രേ ചെയ്താണ് നിറം വരുത്തുന്നത്. ശുദ്ധമായ തണുത്ത വെള്ളത്തിൽ പോലും ഇവ കലരുന്നു. യഥാർത്ഥ കരിങ്ങാലി, പതിമുഖം ഇവയുടെ കാതലുകൾ ചൂടുവെള്ളത്തിൽ മാത്രമാണ് നിറം കലർത്തുന്നത്. യഥാർത്ഥ കരിങ്ങാലിക്കും പതിമുഖത്തിനും നല്ല വിലയുള്ളപ്പോൾ 10 രൂപ, 5 രൂപ നിരക്കിൽ കൃത്രിമ പൊടികൾ വിപണിയിലെത്തുകയാണ്. ദാഹശമനി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് നിറങ്ങളും മറ്റും ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം വൃക്ക രോഗികളും ക്യാൻസർ രോഗികളും ഉണ്ടാകുന്നത്. മിക്കവാറും ആൾക്കാർ രോഗികളാവുകയാണ്. അപ്പോൾ കാര്യമായ ഒരു അന്വേഷണം നടത്തി നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ആക്ഷൻ എടുത്തുകൊണ്ട് അതിനെ ശക്തമായി നേരിടണമെന്നാണ്. ആരോഗ്യത്തിന് ഗുണകരമായ പാനീയങ്ങൾ എന്ന നിലയിലാണ് ഇവ വിപണിയിലെത്തുന്നത്. കരളിനെയും വൃക്കകളെയും സുഷുമ്നാ നാഡികളെയും അടക്കം ഗുരുതരമായി ബാധിക്കുന്ന നിറങ്ങൾ കലർത്തിയ ഇവ യഥാർത്ഥത്തിൽ നയിക്കുന്നത് ഗുരുതരമായ രോഗങ്ങളിലേക്കാണ്. തണുത്ത വെള്ളത്തിലിട്ട ഒരു ദാഹശമനിയുടെ അവസ്ഥയാണിത്. നിറമാകെ വെള്ളത്തിൽ കലർന്നിരിക്കുന്നു.
ദാഹശമനി എന്ന പേരിൽ നാം ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഈ രംഗത്തും കൃത്യമായ പരിശോധന ആവശ്യമായി വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇവ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ ഡ്യൂമയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 450 സീറ്റുകളിലേക്ക് 4500 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുണൈറ്റഡ് റഷ്യൻ പാർട്ടിക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം. റഷ്യയുടെ ഫെഡറൽ അസംബ്ലിയുടെ അധോസഭയായ ഡ്യൂമയിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുണൈറ്റഡ് പാർട്ടിക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കമെന്നാണ് സൂചന. എന്നാൽ പുടിന്റെ പാർട്ടിക്ക് കനത്ത വെല്ലുവിളിയാണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തുന്നത്. നിലവിൽ 450 അംഗങ്ങളുള്ള ഡ്യൂമയിൽ 238 അംഗങ്ങൾ യുണൈറ്റഡ് റഷ്യൻ പാർട്ടിക്കുള്ളപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 92 സീറ്റുകളാണുള്ളത്. എന്നാൽ വ്ളാഡിമിർ പുടിന്റെ നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളിലുണ്ടായിരിക്കുന്ന അസംതൃപ്തി വളരെ ശക്തമായിരിക്കുകയാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനസ്വാധീനം വർദ്ധിക്കുന്നത് യുണൈറ്റഡ് പാർട്ടിക്കുണ്ടാക്കുന്ന ആശങ്ക ചില്ലറയല്ലതാനും. അതുകൊണ്ടുതന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയസാധ്യത തടയാൻ തെരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായ പല ഇടപെടലുകളും പുടിൻ നടത്തിയതായി ആരോപണമുണ്ടായിരുന്നു. അതിനിടെ ക്രിമിയയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെതിരെ അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട്. ഉക്രൈനിലെ റഷ്യൻ എംബസിക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം റഷ്യക്കെതിരായ പ്രതിഷേധ പ്രകടനങ്ങളും നടന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ആയവനയിൽ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിൽ വൻ ക്രമക്കേടെന്ന് പരാതി. 75 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയം ചെളിക്കുണ്ടായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല, എസ്റ്റിമേറ്റിലുണ്ടായിരുന്ന ഗാലറിയും മേൽക്കൂരയും നിർമ്മിക്കാതെ കരാറുകാരന് മുഴുവൻ പണവും നൽകുകയും ചെയ്തു. $75 ലക്ഷം രൂപ നിർമ്മാണ ചെലവ് വന്ന ഒരു സ്റ്റേഡിയമാണ് ഇക്കാണുന്നത്. ആദ്യഘട്ടമായി 25 ലക്ഷവും പിന്നീട് 50 ലക്ഷവും എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുടക്കി. ഇതിൽ ഭൂരിഭാഗവും കോൺഗ്രസ് നേതാവിൻ്റെ ബിനാമിയായ കരാറുകാരൻ മുക്കിയെന്നാണ് പരാതി. പവർ റോളർ ഉപയോഗിച്ച് മണ്ണുറപ്പിക്കണമെന്നതടക്കമുള്ള എസ്റ്റിമേറ്റിലെ വ്യവസ്ഥകളെല്ലാം അട്ടിമറിച്ചു. ഇതോടെ സ്റ്റേഡിയം ചെളിക്കുണ്ടായി മാറി. ചുറ്റും ഗാലറി നിർമ്മിക്കണമെന്ന വ്യവസ്ഥയും പാലിച്ചില്ല. ഒരു വശത്തു മാത്രം ഏതാനും പടവുകൾ നിർമ്മിച്ച് അത് ഗാലറിയാക്കി മാറ്റി. എസ്റ്റിമേറ്റിലുണ്ടായിരുന്ന മേൽക്കൂരയും കടലാസിലൊതുങ്ങി. നമുക്കല്ലാതെ ഇപ്പോൾ കാണാം, ഈ സ്റ്റേഡിയത്തിൻ്റെ വശങ്ങൾ കാണാം. 75 ലക്ഷം രൂപയുടെ ഫണ്ടാണിത്. ഇതിൽ വൻ അഴിമതികളാണ് ഈ ബിനാമി കോൺട്രാക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയിരിക്കുന്നത്. ഏതായാലും നിർമ്മാണത്തിൽ നടന്ന അഴിമതിയുടെ ആഴം ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാകും. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പഠനമുപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് വയനാട് നീരവിൽപ്പുഴയിൽ. കൊഴിഞ്ഞുപോക്ക് തടയാൻ സർക്കാർ സംവിധാനങ്ങൾ പലപ്പോഴും പരാജയപ്പെടുമ്പോഴും മാതൃകയാവുകയാണ് ഈ സ്ഥാപനം. 250ഓളം കുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. പലരും പല സ്കൂളുകളിൽ നിന്ന് പഠനം ഉപേക്ഷിച്ചു പോയവർ. അവരെ കണ്ടെത്തി പഠനം പൂർത്തിയാക്കുന്നതിന് സഹായിക്കുകയാണിവർ. ഒരു കൂട്ടം നല്ല മനസ്സുകളാണ് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർക്കാർ സഹായങ്ങൾക്കായി കാത്തുനിൽക്കാതെ ഇതിനാവശ്യമായ പണം അങ്ങനെ അവർ സ്വരൂപിക്കുന്നു. ഞങ്ങൾ അത്യാവശ്യം സാറേ ഈ സ്കൂളിൽ പോകാത്ത ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ അത്യാവശ്യം രക്ഷിതാക്കന്മാർക്കെല്ലാം അത്യാവശ്യം ഇങ്ങനെ ഹോസ്പിറ്റലും മറ്റ് സഹായങ്ങളും ആദ്യം ചെയ്തു കൊടുത്തത്. പിന്നെ നമുക്ക് തോന്നി എന്തായാലും ഇവരെ മെയിനായിട്ട് മർമ്മപ്രധാനം ഇവർക്ക് എഡ്യൂക്കേഷൻ തന്നെയാണ്. അങ്ങനെ ഞങ്ങളൊരു ചെറിയ സംരംഭം ഒരു 2002 ഒരു ഷെഡ് അടിച്ച് തുടങ്ങി. അന്ന് ഞങ്ങളോട് 42 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം സപ്പോർട്ടേഴ്സും പിന്നെ ഈ കുട്ടികളെ ആയിട്ടുള്ള ബന്ധുക്കളും ഉള്ള കുട്ടികളെല്ലാം ഞങ്ങളടുത്ത് വരാൻ തുടങ്ങി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും കൊച്ചിൻ ഷിപ്പ്യാർഡും പിന്നെ കുറെ സുമനസ്സുകളും പണിതു നൽകിയ കെട്ടിടത്തിലാണ് വിദ്യാർത്ഥികളുടെ പഠനവും താമസവുമെല്ലാം. സ്വയം തൊഴിൽ പരിശീലനവും പഠനത്തിന്റെ ഭാഗം തന്നെ. 10ാം ക്ലാസ്സിന് ശേഷം സ്വയം പര്യാപ്തരായി ജീവിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ഇങ്ങനെ ഇവർ. ന്യൂസ് ബ്യൂറോ, വയനാട്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ആനക്കുട്ടി ചെരിഞ്ഞത് അജ്ഞാത രോഗമെന്ന് സംശയം. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ചെരിഞ്ഞ ആനക്കുട്ടികൾക്ക് പ്രതിരോധശേഷിയില്ലാത്തതാണ് മരണകാരണമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഇടുക്കി ചിന്നക്കനാലിൽ തുടർച്ചയായി 2ാം ദിനവും കുട്ടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ചിന്നക്കനാൽ 301 കോളനിയിലാണ് ആനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടത്. വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ 5 വയസ്സുള്ള കുട്ടിയാനയുടെ ജഡം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടിയാനകൾ എങ്ങനെ ചരിഞ്ഞു എന്നതിന്റെ കാരണം വ്യക്തമാക്കിയില്ല. இது ஆனை முந்தான செத்துருக்குங்க.
இன்னைக்கு ஒன்று செத்துருக்கு. இது என்ன காரணம்னு ஒன்றும் தெரியல எங்களுக்கு. நாங்கள் ஆதிவாசி மேலாது കോന്നിയിൽ നിന്നും ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തി. കുട്ടിയാനകൾക്ക് ആവശ്യമായ പ്രതിരോധ ശേഷിയില്ലാത്തതാണ് മരണത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ പരിശോധനകൾക്കായി ആന്തരിക അവയവങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആലപ്പുഴ നഗരത്തിൽ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന തെരുവിന്റെ മക്കൾക്ക് അത്താഴം നൽകി ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയാണ് ഒരുപറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ്മ. അത്താഴക്കൂട്ടം എന്ന പേരിലാണ് ഇവർ നഗരത്തിൽ അലയുന്നവർക്ക് ഭക്ഷണവുമായി എത്തുന്നത്. തെരുവോരങ്ങളിൽ കഴിയുന്നവർ രാത്രി ഭക്ഷണം പോലും കഴിക്കാതെ ഉറങ്ങാൻ പാടില്ല എന്ന തീരുമാനത്തിൽ നിന്നാണ് അത്താഴക്കൂട്ടം എന്ന ചെറുപ്പക്കാരുടെ സംഘടന രൂപീകൃതമായത്. എല്ലാ ദിവസവും വൈകിട്ട് ഇവരുടെ വാഹനം തെരുവിലിറങ്ങുന്നതും പ്രതീക്ഷിച്ച് നഗരത്തിൽ ഒരു കൂട്ടം നിരാലംബരുണ്ടാവും. ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ വിശന്നു കിടക്കുന്നവർക്ക് ഒരാശ്വാസമാണ് ഇവരുടെ ഈ വാഹനം. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്ന് രാത്രി ഇവർ നൽകുന്ന ഭക്ഷണം മാത്രമായിരിക്കും പലരുടെയും ഒരു ദിവസത്തെ വിശപ്പകറ്റുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി യാതൊരുവിധ പ്രതിഫലവും പറ്റാതെയാണ് ഈ ചെറുപ്പക്കാർ തെരുവിൻ്റെ മക്കൾക്ക് ഭക്ഷണം നൽകി വരുന്നത്. ഇതുകൂടാതെ മാരകമായ രോഗങ്ങളും മറ്റും പിടിപെട്ട് കഷ്ടപ്പെടുന്ന 27 കുടുംബങ്ങൾക്ക് ഇവർ പ്രതിമാസം ഭക്ഷണത്തിനുള്ള സാമഗ്രികളും വിതരണം ചെയ്യുന്നുണ്ട്. വിശപ്പില്ലാത്ത ഒരു നഗരം, വിശപ്പില്ലാത്ത ഒരു ജനത, ആ ലക്ഷ്യത്തോടു കൂടി കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് അത്താഴക്കൂട്ടം ആഗ്രഹിക്കുന്നത്. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റും സഹായിക്കുന്ന കൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി മുടക്കം കൂടാതെയുള്ള ഈ രാത്രി ഭക്ഷണ വിതരണം നടക്കുന്നത്. ദിവസവും 70ഓളം പേരാണ് ഇവരുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത്. ചൂടുള്ളതും എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ആഹാരമാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപനം അല്പസമയത്തിനകം തലസ്ഥാനത്ത് ആരംഭിക്കും. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, എത്രത്തോളം ആവേശകരമായി സമാപന സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്? ഗ്രീഷ്മ, സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷത്തിനാണ് ഇന്ന് തിരശ്ശീല വീഴാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ കവടിയാറിൽ നിന്ന് ആരംഭിക്കും. കവടിയാറിൽ പ്രത്യേക പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഗവർണർ പി സദാശിവമാണ് ഈ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരം നഗരിയിലെ വീഥികളിലെല്ലാം തന്നെ ആളുകൾ ഈ ഘോഷയാത്ര കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഘോഷയാത്രയ്ക്ക് പൊലിമ ഏകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ ഘോഷയാത്രയിൽ ഏറ്റവും മുൻനിരയിലായി വരുന്നത് അശ്വാരൂഢ സേനയാണ്. അതിന് പിന്നാലെയായി കേരളീയ വേഷം അണിഞ്ഞ മോഹിനിയാട്ട നർത്തകിമാരും മുത്തുക്കൊടയേന്തിയ പുരുഷന്മാർ, 100ലധികം പുരുഷന്മാരും ഈ ഘോഷയാത്രയുടെ മുൻനിരയിൽ അണിനിരക്കും. അതിനുശേഷം ഘോഷയാത്രയ്ക്ക് മികവേകാനായി വരുന്നത് കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ തന്നെയാണ്. ഈ കലാരൂപങ്ങളും അതിനുശേഷം വിവിധ വാദ്യമേളങ്ങൾ തന്നെയാണ്. ചെണ്ടമേളം അടക്കമുള്ള, പഞ്ചാരിമേളം അടക്കമുള്ള യുവജനങ്ങളുടെ ആവേശമായിട്ടുള്ള നാസിക് ഡോളിൻ്റെ ഒക്കെ അകമ്പടിയോട് കൂടിയിട്ടുള്ള വാദ്യ ഉപകരണങ്ങളുടെ വിസ്മയം ഈ ഘോഷയാത്രയ്ക്ക് മാറ്റേകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രത്യേകത. 75ലധികം ഫ്ലോട്ടുകൾ ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഫ്ലോട്ടുകളിൽ കേരളത്തിൻ്റെ ഓരോരോ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള ഫ്ലോട്ടുകളാണ് ഇതിനകത്തേക്ക് വരുന്നത്. അത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ ഈ ഫ്ലോട്ടിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു സവിശേഷത. ഓരോ ഫ്ലോട്ടിന് മുന്നിലായും ഓരോ കലാരൂപങ്ങളും അണിനിരക്കുന്നുണ്ട്. അത് ഈ ഘോഷയാത്രയ്ക്ക് മാറ്റൊരുക്കും. ഓരോ കേന്ദ്രങ്ങളിൽ പ്രത്യേക കലാപരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിലാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർക്ക് ഘോഷയാത്ര കാണുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പവലിയൻ തയ്യാറായിട്ടുള്ളത്. വെള്ളയമ്പലം മുതൽ ഈസ്റ്റ് പോർട്ട് വരെ വലിയ ഒരു ജനകീയ പങ്കാളിത്തം തന്നെ ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടിയിട്ട് വളരെ നേരത്തെ തന്നെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘോഷയാത്രയുടെ ഒരു കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടെ മികവുറ്റ രീതിയിലുള്ള ഒരു ഘോഷയാത്രയാണ് എന്നുള്ളത് തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് കൂടുതൽ പൊലിമയേകിക്കൊണ്ടുള്ള ഒരു ഘോഷയാത്രയായിരിക്കും തലസ്ഥാന നഗരത്തിനെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് അല്പസമയത്തിനകം ഇതുവഴി കടന്നു വരിക. പി സദാശിവമാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഈ ഘോഷയാത്രയ്ക്ക് പങ്കെടുക്കുന്ന ഫ്ലോട്ടുകൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സർക്കാർ സ്ഥാപനങ്ങളുടെയും കേന്ദ്ര സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഒക്കെ വേർതിരിച്ചുള്ള ഒരു അവാർഡ്
ആയിരിക്കും, ഒരു പുരസ്കാരമായിരിക്കും ഇതിനകത്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ, അതായത് നമുക്കിപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് 5:30 മണിക്കാണ് ഫ്ലാഗ് ഓഫ്. അതിനെ തുടർന്ന് ആദ്യ ഭാഗം കടന്നു വരാൻ തന്നെ മണിക്കൂറുകൾ എടുക്കും എന്നുള്ളതാണ് ഈ ഘോഷയാത്രയുടെ സവിശേഷത. ഇതേ സമയം തന്നെ വൈകുന്നേരം ഓരോ കേന്ദ്രങ്ങളിൽ കലാപരിപാടികൾ, അത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലും സെൻട്രൽ സ്റ്റേഡിയത്തിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്നും ഗാന, സംഗീത, നൃത്ത വിസ്മയമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതും ഈ തലസ്ഥാനവാസികൾക്കും തലസ്ഥാനത്ത് നിന്ന് പുറത്തുള്ളവർക്കും ഓണക്കാഴ്ച സമ്മാനിക്കുന്ന ഒന്ന് തന്നെയാണ്. 5:30 മണിക്ക് തന്നെയായിരിക്കും ഈ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നടക്കുക. അതിനെ തുടർന്നായിരിക്കും ഘോഷയാത്ര കടന്നു വരിക. ഈ ഓരോ പോയിന്റിലും പ്രത്യേക കലാപരിപാടികൾ ഇവിടെ ഇരിക്കുന്നവർക്കും അതുപോലെ ഇവിടെ നിൽക്കുന്ന ജനങ്ങൾക്കുമൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കലാപരിപാടികളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘോഷയാത്രയ്ക്ക് മിഴിവേകുന്നത്. കനത്ത പോലീസ് സുരക്ഷ എല്ലാ ഭാഗത്തും ഒരുക്കിയിട്ടുണ്ട്. ഘോഷയാത്ര കാണാൻ എത്തുന്നത് സ്ത്രീകളടക്കമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സുരക്ഷയും നഗരത്തിൽ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട്. 2 മണി മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കടന്നു പോകുന്ന വീതിയിലൊക്കെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി വലിയൊരു സംവിധാനം തന്നെയാണ് ഈ ഘോഷയാത്ര, വർണ്ണവിസ്മയം വാരി വിതറുന്ന ഈ ഘോഷയാത്ര ആസ്വദിക്കാനായി തലസ്ഥാനത്ത് എത്തുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപനം അല്പസമയത്തിനകം നടക്കും. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. പ്രമുഖ വസ്ത്ര നിർമ്മാതാക്കളായ MCR ഗ്രൂപ്പിന്റെ 2 ഷോറൂം കോയമ്പത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്രോസ്കട്ട് റോഡിലെയും ഒപ്പനക്കര സ്ട്രീറ്റിലെയും ഷോറൂമുകളുടെ ഉദ്ഘാടനം MCR ഗ്രൂപ്പ് സ്ഥാപകൻ MA ചാക്കോയും ഭാര്യ ടി ഏലിയാമ്മയും ചേർന്ന് നിർവഹിച്ചു. MCR ബ്രാൻഡ് അംബാസിഡർ നടൻ പ്രഭു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ആദ്യ വിൽപ്പനയും പ്രഭു നിർവഹിച്ചു. MCR ഗ്രൂപ്പ് ചെയർമാൻ MC റോബിൻ, മാനേജിംഗ് ഡയറക്ടർ MC റിക്സൺ, കോയമ്പത്തൂർ മേയർ രാജ്കുമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് കോസ്മോസ് സ്പോർട്സിൽ നിർമ്മിച്ച ബാഡ്മിന്റൺ റാക്കറ്റ് ഗിന്നസ് വേൾഡിൽ ഇടം പിടിച്ചു. 18 മീറ്റർ ഉയരവും 6 മീറ്റർ വീതിയുമുള്ള റാക്കറ്റ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് കാർട്ടൂണിസ്റ്റ് ദിലീപാണ്. 50 മണിക്കൂർ കൊണ്ടാണ് റാക്കറ്റ് നിർമ്മിച്ചത്. കോസ്മോസ് സ്പോർട്സിൽ നടന്ന ചടങ്ങിൽ MK രാഘവൻ MPയും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ തുടങ്ങിയവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിച്ചു. കോസ്മോസ് സ്പോർട്സ് ചെയർമാൻ MK നിഷാദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ നിസാർ, നിഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.